ചിക്കൻ 65. അത് കണ്ടുപിടിച്ച സ്ഥലം ഏത് രാജ്യമാണ്? അറിയില്ല. എനിക്കറിയില്ല. എന്റെ മോളെ ആ വീട്ടില് ആ കുടുംബത്തിലൊന്ന് തീ കത്തണെങ്കില് ഞാൻ അടുക്കളയിൽ കേറിയിട്ട് വേണം വെല്ലോ തീ കത്താറയില്ല. നമുക്ക് വേറെ കവി ചോദിക്കണോ? ഞാൻ വേണ്ട, ഇത് തന്നെ മതി. ഇതൊക്കെ ഇട്ട് ഇളക്കിയാ പോലെ. ശ്രുതി അവിടെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഫ്രൈ ചെയ്ത് നിങ്ങൾ വീണ്ടും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തേയിലിട്ട് വറുത്തിട്ടില്ല. അത് ശരി. ശരി, ആയിക്കോട്ടെ. അതൊന്നും നമുക്കറിയത്തില്ലേ, കണ്ടറിയില്ല. നമുക്ക് കടയില്ല. അതെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ ചെയ്യാൻ പഠിക്കണം. എന്നാ പിന്നെ അടയ്ക്ക് വരെ വേറെന്തെങ്കിലും ഇട്ടാ പോലെ. തേങ്ങാപ്പാല് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? അങ്ങനെ കിട്ടില്ലല്ലേ? ഉള്ളതും കൊണ്ട് ഓണം പോലെ പറഞ്ഞ ആള് ഒരു ജഗ് വെള്ളമൊക്കെ ഉള്ള എടുത്ത് ഒഴിക്കുന്നത്. ശ്രുതി തേങ്ങ ചേരണ്ടാറുണ്ടോ? പിന്നെ ഞാനൊക്കെ ചെറുതിലെ ചെറുതിലെയോ? ഞാൻ ഇപ്പത്തെ കാര്യം ചോദിക്കുന്നത്. ഇപ്പോഴാണെങ്കിലും ക്ലീനിങ് ഒക്കെ ചെയ്യാൻ നീ ഇവിടെ എന്റെ പൊന്നുമോളെ, വിവാഹ ജീവിതത്തിൽ ക്ലീനിങ് ഒന്നും അല്ല, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയോ? ഇവള് അപ്പൊ ശ്രുതി ക്ലീനിങ്ങും ചെയ്യാറില്ലെന്ന് തന്നെ സാരം. അയ്യ, ഇവര് തോരൻ പോലെ അപ്പൊ നമ്മള് ജയിച്ചു. ഒരു പായസമായിട്ട് അതാണ്. ഇതെന്തോ ഇത്തിരി ഈ പെങ്കൊച്ച് കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് വെള്ളവും കോരി ഒഴിച്ചു. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ഓണം മേളം 2024. ഡയറ്റ് പാർട്ട്ണർ കൊച്ചി മാരിയറ്റ്. യെസ്. അപ്പോ ഞങ്ങൾ ഇവിടെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണത്തിന്റെ ഇപ്പൊ 10 ദിവസം 10 ഓണം എന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ 7ാം ഓണത്തിലാണ്, അതായത് തൃക്കേട്ട ദിവസമാണ് ഇന്ന് നമ്മൾ മാന്യപ്രേക്ഷകരെ കാണുന്നത്. അപ്പൊ ഈ 7 ദിവസങ്ങളായിട്ട് വടക്കേക്കരയായ ഞങ്ങൾ എന്റെ ടീമാണ്. എപ്പോ ജയിച്ചു? 4 എപ്പിസോഡിൽ എന്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ ഭൂരിപക്ഷമാണ് പറയണത്. ഇന്ന് 7th ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും മെജോറിറ്റി എന്റെ ടീം തന്നെയാണ് ടീമാണ്. ശരി, എന്തെന്നൊക്കെ പറഞ്ഞാൽ എന്റെ നിന്റെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ കൊച്ചി മാരിയറ്റിൽ എത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നല്ല സൂപ്പർ ഓണം എന്നൊക്കെ പറഞ്ഞ പായസം ഇല്ലാണ്ട് എന്ത് ഓണമാണ്. അപ്പൊ ആ പായസം കഴിക്കാനല്ല, ഉണ്ടാക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ കെന്നെ സംബന്ധിച്ച്, കെന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കിച്ചണൊക്കെ ഇപ്പൊ പൊടി തട്ടി ഒന്ന് കണ്ടു വരുന്നതേ ഉള്ളൂ. ചായ ഉണ്ടാക്കാൻ പഠിച്ചു എന്നാണ് എന്റെ പൊന്നാങ്ങളെ പറഞ്ഞത്. പൊന്നാങ്ങളോട് ചോദിച്ചു നോക്ക്, ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി തന്നെ. എനിക്ക് ആകെ കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് എന്നോട് എന്റെ പൊന്ന് ചേച്ചി അവൾ ആകെ ചായ ഇപ്പൊ ഉണ്ടാക്കാൻ പഠിച്ചു, കാപ്പി ഇപ്പോഴും ഫ്ലോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം സ്വിഗ്ഗി ഉള്ളോണ്ട് ഇവര് ജീവിച്ചു പോണു. അതുകൊണ്ട് ഇന്നത്തെ ഇതില് വിജിത് നമ്മൾ വടക്കേക്കര ഇന്ന് ജയിച്ചിരിക്കും. സനുവാന്റെ പ്രണവ് തെക്കേക്കര. ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? വെറുതെ എന്റെ പാവ പ്രണവിന്റെ ഒക്കെ കോലം കണ്ട സനുവൊക്കെ നല്ല തടിച്ചിരിക്കുകയാണ്. ക്യാമറ അങ്ങോട്ടേക്ക് തിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിച്ചത്. അല്ല, നമ്മൾ ഇങ്ങനെ ഇന്ന് വഴക്കിട്ടിട്ടൊന്നും കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോംപ്രമൈസ് എത്താം. നാത്തൂനും കൂടി ഇനി വഴക്കുണ്ടാക്കി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണമേളം, അതായത് നമ്മുടെ മൈൽ സ്റ്റോണിൽ വന്ന് ഇതേപോലെ നല്ല പായസം ഒക്കെ ഉണ്ടാക്കി വിജയിച്ച് ശ്രീലങ്ക വരെയൊക്കെ ഒന്ന് പോയി വന്ന് നമ്മുടെ വിജയായ ശ്രുതി ലക്ഷ്മി ഉണ്ട്. അന്ന് ശ്രുതിയുടെ സിസ്റ്ററും കൂടിയായിരുന്നു ഇവിടെ എത്തിയിരുന്നത്. ഞാൻ ശ്രുതി ലക്ഷ്മി എന്ന് പറയുമ്പോ കൈയടിച്ചോണ്ടിരിക്കും. അത് എപ്പോ ശ്രുതി ലക്ഷ്മി എന്നുള്ള പേര് കേട്ടാലും കെന്നയ്ക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ കെന്നയുടെ വിചാരിച്ച കെന്നയ്ക്ക് ഇത് ശ്രുതിനെ അതുകൊണ്ട് തന്നെ കൊടുത്തേക്കാം. ഞാൻ ഈ പ്രാവശ്യം ശ്രുതിയുടെ കൂടെ ലേ അല്ല വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം എവിനാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എവിൻ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം. എവിനെ ആ വീട്ടിൽ കുക്ക് ചെയ്യാറുള്ളൂ. ശ്രുതി ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാറില്ല. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രുതി പായസം ഉണ്ടാക്കാൻ ജയിച്ചത് തന്നെ എങ്ങനെയാന്ന് അറിയോ? അന്ന് ലേക്ക് വയ്യായിരുന്നു, അവൾക്ക് പനിയായിട്ട് തീരെ വയ്യ. പിന്നെ അമ്മയുടെ അടുത്തുനിന്ന് സീക്രട്ട് റെസിപ്പി എന്തൊക്കെയോ ചോദിച്ചിട്ടാണ് അന്ന് ശ്രുതി ജയിച്ച് ശ്രീലങ്ക വരെ പോയി വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അവരുടെ കിച്ചണിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? വേണ്ട, എനിക്ക് വേണേ മതി. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ശ്രുതിയെയും എവിനെയും നമുക്ക് ക്ഷണിക്കാം. വരൂ.
ശ്രീലങ്കയിൽ വരൂ, വന്നിട്ട് വരൂ. ശ്രീലങ്കയിൽ വന്നിട്ടേ വന്നിട്ടേ ഉള്ളൂ. ശ്രീലങ്ക ട്രിപ്പ് ഒക്കെ വെൽക്കം ടു തെക്കേക്കര. നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഇവിടെ നിന്നോളൂ. അതെ, നിങ്ങൾ സെന്ററിലേക്ക് നിന്നോളൂ. അങ്ങനെ. ശ്രീലങ്ക ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ശ്രുതി? ശ്രീലങ്കയിൽ നിന്ന് വരുന്ന വഴിയാ ശ്രീലങ്ക എല്ലാം കറങ്ങി കഴിഞ്ഞപ്പോ അങ്ങ് ഓണം എത്തി അല്ലേ? ഈ പ്രാവശ്യം നിങ്ങൾക്ക് എന്താണെന്നറിയോ സമ്മാനം? വീണ്ടും നിങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രീലങ്കയിലെ ഏതൊക്കെയോ ജംഗ്ഷനിൽ എത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ആണോ? ഈ പ്രാവശ്യം നിങ്ങളിൽ ആര് ജയിച്ചാലും അവസാനം ഗിഫ്റ്റ് വരാൻ പോണത് നിങ്ങൾക്ക് തന്നെയാണല്ലോ. ഈ പ്രാവശ്യം വീണ്ടും നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ശ്രീലങ്കൻ ട്രിപ്പ് തന്നെയാണ് മൈൽ സ്റ്റോണിൽ തരുന്നത്. ഇന്ത്യന്ന് ശ്രീലങ്കയിൽ താമസിച്ചാലോ എന്ന് വിചാരിക്കാം. അല്ല, കണ്ടു മടുത്തെങ്കിൽ എനിക്ക് തന്നോ ഹണിമൂൺ പാക്കേജ് ആയിട്ട്? ആണോ? ഹലോ, വളയം കുടുങ്ങിയല്ലോ. എവിടെയാണ് എന്താ വേണ്ടത്? ഹണിമൂൺ പാക്കേജ് ആയിട്ട്. ഓക്കെ, ശരി. അപ്പൊ നിങ്ങളുടെ ഓണമൊക്കെ എവിടെ വരെയായി? ഞാൻ ചേച്ചി തള്ളി മറിക്കുന്ന കേട്ടു. കഴിഞ്ഞ വട്ടം എനിക്ക് എന്റെ മോളെ ആ വീട്ടില് ആ കുടുംബത്തിലൊന്ന് തീ ആ കുടുംബത്തിലൊന്ന് തീ കത്തണമെങ്കില് ഞാൻ അടുക്കളയിൽ കേറിയിട്ട് വേണം വെല്ലോ ഇതാക്കാനായിട്ട്. അറിയില്ലേ? തീ കത്താറേ ഇല്ല, ഞാൻ കുക്ക് ചെയ്യണം. മാസത്തിൽ 2 പായസം നിർബന്ധമാണ്. ഞാൻ ഉണ്ടാക്കിയിരിക്കും. എനിക്ക് ഓരോ മാസം അല്ല, ഇവരെല്ലാ മാസവും പായസം. പിന്നെ വേറെ രാവിലെ ചേച്ചിക്ക് നന്നായി, ചേച്ചിയുടെ ടീമല്ലേ, രാവിലെ എണീച്ചാല് ഞാനൊരു പനിയായിട്ടോ അല്ലെങ്കിൽ ജലദോഷമായിട്ടോ കിടക്കുകയാണെങ്കിൽ എവി ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാത്രം എടുത്ത് ഒരു തീ കത്തിച്ചിട്ട് ഒരു ചായപ്പൊടി പോലും വിടാത്ത ഈ കൈകൾ കൊണ്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കാൻ. നിങ്ങളുടെ വീട്ടിലെ അടുക്കള കണ്ട ഉണ്ടാക്കാൻ തുടങ്ങണ്ട. ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് കൊച്ചി മാരിയറ്റിലെ ഹോട്ടലിലാണ്. ഇവിടെ 2 മെയിൻ റെസ്റ്റോറൻറ്റ്സ് ആണുള്ളത്. ഒന്ന് സീ ഫുഡ് റെസ്റ്റോറന്റ്, ഒന്ന് കസാവ റെസ്റ്റോറന്റും. കസാവയിലാണ് നമ്മുടെ ഒതന്റിക് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കിട്ടുക. അപ്പൊ അങ്ങനെ ഈ കസാവയുടെ കിച്ചണിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ ഏത് കുക്കിംഗ് അറിയാത്ത ആളും ഇന്ന് സൂപ്പർ ആയിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ എവിൻ ഇന്ന് സൂപ്പർ ആയിട്ട് തകർത്ത് ഒരു മിനിറ്റ് കിച്ചന്റെ അവിടെ പോയിരുന്നിട്ട് വരട്ടെ ഇതെല്ലാം കുക്ക് ചെയ്യാൻ പേരുകൾ അറിയണല്ലോ, എന്തൊക്കെ ഇടണം വരട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ടിംഗ് ഫാക്ടർ ആയിട്ട് ഞാനുണ്ട്. നമുക്ക് 2 മാസം കൊണ്ട് ഞാൻ പഠിച്ചു. ഞങ്ങൾ തെക്കേക്കര വടക്ക് തന്നെ ഇരുന്നോളൂ. വടക്ക് തന്നെ അവിടെ ഇരിക്കും. ഒന്നാമത് ഇന്ന് എന്താ തൃക്കേട്ടയാണ് എന്റെ നാള്. അപ്പൊ നമ്മളെ ഇന്ന് ജയിക്കുള്ളൂ. ശരി, ഇനി സത്യം പറയൂ, നിങ്ങളുടെ വീട്ടിൽ ആരാ തേങ്ങ ചിരടുന്നൊക്കെ? ശ്രുതി തേങ്ങ ചിരണ്ടാറുണ്ടോ? ഞാനൊക്കെ ചെറുതിലെ ചെറുതിലെയോ? ഞാൻ ഇപ്പത്തെ കാര്യം ചോദിക്കുന്നത്. ഇപ്പോഴാണെങ്കിലും തൃക്കേക്കരാന്നൊക്കെ തെക്കേക്കരനെ സംസാരിക്കാൻ അറിയോ? തെക്കേക്കരനെ അനുവദിച്ചിരിക്കുന്നു. എന്താ പറയണ്ടേ? തേങ്ങ ആരാ ചിരവുന്നേ? ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു. തേങ്ങ ചിരവാനോ തേങ്ങ ഇനി തെങ്ങിക്കേറി പറിക്കാനും എല്ലാത്തിനും ഞാൻ വേണം. മസിലുണ്ടെന്നേ ഉള്ളൂ അല്ലേ? എവി ഞാൻ തേങ്ങ ചിരവി വെക്കുമ്പോ തേങ്ങ തിന്നും എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എവിനൊന്നും ചെയ്തിട്ടില്ല. ആ കണ്ടോ കേട്ടോ, ഇതൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല അല്ലേ? എവിന് അടുക്കളയില് സഹായിക്കത്തേ ഇല്ല. പ്രേക്ഷകരെ സത്യമാണ് ഈ മുഖം നോക്കിയിട്ട് ഈ എല്ലാരും ഈ മുഖം നോക്കിയിട്ട് പറയും ഭയങ്കര നിഷ്കളങ്കമാണ്. പക്ഷെ കയ്യിലിരിപ്പ് ഭയങ്കര സാധനാണ്. കല്യാണം കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിനൊക്കെ കൂടും. 8 വർഷം ക്ലീനിങ് ഒക്കെ ചെയ്യാൻ നീ ഇവിടെ ക്ലീനിങ്ങിനൊക്കെ സഹായിക്കും. എന്റെ പൊന്നുമോളെ വിവാഹ ജീവിതത്തിൽ ക്ലീനിങ് ഒന്നും അല്ല, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയോ? അപ്പൊ ശ്രുതി ക്ലീനിങ്ങും ചെയ്യാറില്ലെന്ന് തന്നെ സാരം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കളിയും ചിരിയൊക്കെ മാറി നമുക്ക് നമ്മുടെ ഗോതയിലേക്ക് ഇറങ്ങാം. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പൊ നമ്മളിവിടെ 4 പേര് നിൽക്കുന്നതില് തലമൂത്ത ആളെന്നുള്ള രീതിയിൽ ഞാൻ ഒരു സംഭവം തല നരയ്ക്കുകയൊക്കെ ചെയ്തു വിചാരിച്ചു. എന്തായാലും വേണ്ടില്ല, ഞാൻ കിച്ചണിൽ കയറി എനിക്ക് പെരുമാറിയതിന്റെ അത്രയും നിങ്ങളിപ്പോ ആയിട്ടില്ലല്ലോ. നിങ്ങളിപ്പോ തുടങ്ങി വന്നല്ലേ ഉള്ളൂ. പെരുമാറാൻ അറിയില്ല ചേച്ചിക്ക്. എനിക്കും അറിയില്ല. ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അല്ല ശരി, എന്ത് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്നൊന്നും അറിയാൻ പറ്റേ. കായം ഇട്ടുണ്ടാക്കുന്ന 3 ഭക്ഷണം ഏതൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞു. സാമ്പാർ, രസം, പിന്നെന്താ? സാമ്പാറും രസവും, കായോ, അച്ചാർ. അച്ചാർ. ഓക്കെ, അത് പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത 3 പറ. ഏതിനി? കായോ? എനിക്ക് കായത്തിനോട് ഇനി ശ്രുതി പറയൂ. ഞാനെന്ന് വെച്ചാൽ എനിക്ക് കായ അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കത്തില്ല. ശ്രുതിയുടെ ഇഷ്ടമല്ല ചോദിക്കുന്നത്, കായോട്ടുണ്ടാക്കുന്ന ഞാൻ കായ യൂസ് ചെയ്യാറുള്ളത് രസത്തിലും സാമ്പാറിലും അച്ചാറിലും. പിന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കള്ളി മിഠായിയോ?
മിഠായി അവിടെ മിഠായി കായോ ഷാജിപ്പാപ്പാനെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അബദ്ധം പറ്റി? മുട്ടായില് കായം പോലും. പിന്നെ ചേച്ചിയും കൂടെ പറഞ്ഞ ശരി എന്നാ പ്രണവ് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഇതാണ് കോപ്പി അടിക്കരുതെന്ന് പറയണത്. അവനോ അറിയില്ല, അവൻ മറ്റവരുടെ സൈഡിൽ കോപ്പി അടിച്ചതാ. കായം എന്നാ ശരി, അടുത്ത ചോദിക്കാം. അടുത്ത എന്ത് ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാം. ശരി, ഞാൻ അങ്ങോട്ടേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. തലമൂത്ത ആളല്ലേ? തലമൂത്ത ആളല്ലേ? തലമൂത്ത ആളല്ലേ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മുടെ ചിക്കൻ 65 അത് കണ്ടുപിടിച്ച സ്ഥലം ഏത് രാജ്യമാണ്? ഏത് സ്ഥലമാണ്? അറിയില്ല. അത് അത്ര ഈസി ആയിട്ട് അങ്ങനെ പറയണ്ട. എനിക്കറിയില്ല. എനിക്കറിഞ്ഞിട്ട് വേണ്ടേ? അയ്യോ അത് തമിഴ്നാടാണോ? ഇന്ത്യ തന്നെയാണ്, തമിഴ്നാട്ടിലാണ് ആ, അല്ലേ? ശരി, ചെന്നൈ. കറക്റ്റ് ആണ്. അല്ല, തമിഴ്നാട് ചെന്നൈയാണ്. ഞാൻ തമിഴ്നാട്ടിലൊരു പ്രോഗ്രാമിന് പോയപ്പോ ചിക്കൻ 65 ചിക്കൻ 65 അല്ല, ചിക്കൻ 65 ചെന്നൈ തമിഴ്നാടിന്റെ സംഭവമാണ്. ഇനി ഈസി ആയിട്ടുള്ള ഒരു സംഭവം, എവിനെന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ? ദോശ, ഇഡ്ഡലി, അതുപോലും കേട്ടിട്ടില്ലേ? ഇവർക്ക് തൃശ്ശൂരുകാർക്ക് എപ്പോഴും ചോറ, 3 നേരം ചോറ. ബ്രേക്ക്ഫാസ്റ്റിനോ? ഞാൻ മമ്മിക്ക് ഭക്ഷണം രാവിലെ ചോറ് വെച്ച് എന്നാ വേണ്ട, ചിരട്ടപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണം പറയൂ. ചിരട്ടപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണം? വലിയ ചൂടില് ആദ്യം തെങ്ങി കയറണം. അല്ല, ഇവൻ നമ്മള് സെറ്റാ. ഇവരോട് ചോദിക്കാ, പറയൂ ശ്രുതി. അതെ, ഞങ്ങൾ ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യം ചിരട്ടപ്പുട്ട് അരിയും ഉഴുന്നും കൂടെ അരച്ചിട്ട് ദോശക്കല്ലിൽ ഇട്ടിട്ട് മറിച്ച് തേച്ചിട്ട് ചിരട്ടപ്പുട്ട്. അല്ല, ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ എന്നോടെ എവിൻ എങ്ങനെ അല്ല എവിൻ എങ്ങനെ ശ്രുതിയുടെ കൂടെ ജീവിക്കുന്നു എന്നാണ് എനിക്കിപ്പം 8 വർഷമായിട്ട് എന്നെ സുന്ദരൻ എന്നാ അത്ര കുഴപ്പം അല്ല അല്ലേ? അല്ലേ, പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ എന്നെ പറയൂ, എങ്ങനെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കണേ? ചിരട്ടപ്പുട്ട വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ചിരട്ട കണ്ടുപിടിക്കണം. അല്ല, ചിരട്ടയില്ലല്ലോ, മറ്റേ കുഴല് പോലെ. ഞാൻ പാവ എന്റെ ഷാജിപ്പാപ്പന്റെ അവസ്ഥയെ അവരെന്നും ഞങ്ങൾ ചിരട്ടപ്പുട്ടല്ല, മറ്റേ ആ സംഭവം എന്താ സാധാരണ പുട്ട് കുറ്റി. ചിരട്ടപ്പുട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. വെരി നൈസ്. അപ്പൊ ഈ ചേച്ചിമാർക്ക് ഒന്നും അറിയില്ല. മറ്റേ ചിരട്ടപ്പുട്ടിന്റെ ഒരു ഇത് കിട്ടും. അതിലേക്ക് ആദ്യം തേങ്ങ ഇടുക, പിന്നെ പൊടി ഇടുക, തന്നെ പുട്ടങ്ങ് നനച്ച് വന്നോളും. അല്ലെ, ഇങ്ങനെയൊന്നും അല്ല ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നത്. ആദ്യം പുട്ട് നനയ്ക്കണം അല്ല അല്ല, ഒരു മിനിറ്റ്. അങ്ങനെ പുട്ടുപൊടി നനയ്ക്കണമെങ്കിൽ പച്ചരി അതിനൊക്കെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ചിരട്ട ആദ്യം തെങ്ങ് കയറണം. ഇവരെന്ത്ര സീരിയസ് ആണ്? ഞങ്ങള് തമാശ. ശരി ശരി, നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗോതയിലേക്ക് കിടക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിരട്ടപ്പുട്ടോ കായും ഇട്ടിട്ടുള്ള ഒന്നും അല്ല. നമ്മളിപ്പോ നല്ല പായസം. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും കഴിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ വടക്കേക്കര ജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എവിൻ വീട്ടിൽ പായസം ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ കളി ചിരിയുടെ കാര്യങ്ങളുടെ ഇടയിൽ ഇനി വേറെ 1-2 ചോദ്യങ്ങളും കൂടെ ഞാൻ ചോദിക്കാൻ പോവാണ്. ഓക്കെ, എവിനാണെങ്കിലും നിങ്ങൾക്ക് 3 പേരുടെ അടുത്താണ് എന്റെ ചോദ്യം. നിങ്ങൾ 3 പേര്, നിങ്ങൾ 3 പേരുടെ അടുത്തുള്ള ഒരു ചോദ്യം. നമുക്ക് വടക്കേക്കര തെക്കേക്കര എന്നുള്ളതല്ല, നിങ്ങൾക്ക് 3 പേരോടുള്ള ഒരു ചോദ്യമാണ്. ഞാനിപ്പം കുറച്ചൊരു 3-4 വാക്കുകൾ പറയും. അതിന്റെ മലയാളം വാക്ക് എന്താണെന്ന് പറയണം. ഞാൻ ഇംഗ്ലീഷിലായിരിക്കും അത് പറയാ. അതിന്റെ മലയാളത്തിലുള്ള വാക്കുകൾ എന്താണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി? ആദ്യത്തേത് റോസ് കുക്കീസ്. കൈ അടിച്ചിട്ട് അറിയുന്നവർ പറയണം കേട്ടോ. അറിയാവുന്നവര് കൈ അടിച്ചിട്ട് പറയാ. ഓക്കെ, റോസ് ബിസ്ക്കറ്റ് അല്ല. മോളെ കൈ അടിച്ച്, നീയാണ് മോളെ താരം. അല്ല, അറിയാമോ? റോസ് കുക്കീസ് ആലോചിക്കാൻ സമയം കുക്കീസ് ബിസ്ക്കറ്റ് അല്ലേ? ആണ്, എനിക്കറിയില്ല. സമയം കഴിഞ്ഞു. എന്താന്നറിയോ? അച്ചപ്പത്തിന് പറയുന്നതാണ് റോസ് കുക്കീസ്. അച്ചപ്പന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ് അച്ചിലുണ്ടാക്കുന്ന അപ്പത്തിന്. അതിന് പറയുന്നത് റോസ് കുക്കീസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തത് അച്ചപ്പത്തിന്റെ പേര് പറയുന്നല്ലേ. ഒരു മനുഷ്യനെ ഞാൻ ചോദിച്ചോട്ടെ, സ്റ്റീംഡ് റൈസ് കേക്ക് എന്താണ്? കൈ അടിക്കണായിരുന്നു. പിന്നെ ഇങ്ങനെ പുട്ടല്ല, ഞാൻ പുട്ടെന്ന് പറഞ്ഞു. രണ്ടും തെറ്റാ. സ്റ്റീംഡ് റൈസ് കേക്ക്
നോ. സ്റ്റീം റൈസ്ഡ് കേക്ക്. റൈസ് കേക്ക്. കേക്ക് എന്ന് പറഞ്ഞ അപ്പം. ഞാൻ പറയാം ബോണ്ട ബോണ്ട ബോണ്ട. തെറ്റി തെറ്റി. ഒന്നുമല്ല ബോണ്ട. എന്റെ പൊന്നെ, എന്റെ പൊന്ന് ഷാരി പാപ്പ. ഇഡ്ഡലി പറഞ്ഞു. ഇഡ്ഡലി. ഞാൻ പറയാം വട്ടയപ്പം. ഇങ്ങനെയാണ്. വെരി നൈസ്. അങ്ങനെ ഇവനെ എന്റെ ടീമിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കണം. എവിന്റെ അയ്യോ. അല്ല ഇവാൻ വാങ്ങി വാങ്ങി ഇവനെ ഇവിടെ ഞാൻ എടുക്കുവാ. അപ്പൊ എവിനെ ഞാൻ അങ്ങ് എടുത്തു എന്റെ അപ്പൊ ടീമിലേക്ക്. point ഒന്ന്. വട്ടയപ്പം, അതാണ് സ്റ്റീം റൈസ് കേക്ക്. ഓക്കെ, ഇനി അടുത്തത് ഡാൾ ഫ്രിറ്റേഴ്സ്. എന്താണ് ഡാൾ ഫ്രിറ്റേഴ്സ്? നിങ്ങൾ എന്താ ഇത്ര സീരിയസ് ഒക്കെ ആക്കുന്ന കളിയും ചിരിയാക്കും പറഞ്ഞ ഷോയ്ക്ക് വിളിച്ച ഡാൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഡാൾ എന്താ? പരിപ്പുവട. അത് തന്നെ. എന്റെ കൊച്ചിന് വിവരമുണ്ട് കേട്ടോ. ഇവരില്ലാതെ എങ്ങനെ ഡോക്ടർ ആവുന്നത്? കൊച്ചിന് വിവരമുണ്ട്. അപ്പോൾ എവിൻ എന്റെ ടീമിൽ അന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു. തീരുമാനം. ഇനി ഒരേ ഒരു ചോദ്യം കൂടെ. എന്താന്ന് പറയാ ഡാഡി ഫിറ്റർ. ഫ്രിറ്റർ ഫ്രിറ്റർ. വട വട. ഇനി കേരള ബോണ്ട. ഏതാണ് കേരള ബോണ്ട? കേരള ഫിറ്റർ അയ്യോ എന്താണ് കേരള ബോണ്ട? കേരള അല്ല അത് ബോണ്ട. ഇംഗ്ലീഷ് ആണോ? ആ, അതാണ് ഇംഗ്ലീഷ് വേർഡാണ് കേരള ബോണ്ട. ചുണ്ടമ്പൊരി. ആ, correct, correct. വാവ്. ഞാൻ എടുത്തിരിക്കുന്നു. അതെ, സ്കൂൾ വിട്ടാ എനിക്ക് എന്നും ഉണ്ടമ്പൊരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ആരാണോ? ഓക്കെ, അടുത്തത് മൊഡാക്ക്. ഇത് ഇംഗ്ലീഷ് ആണോ? ആ, ഇംഗ്ലീഷ് ആണ്. മൊഡാക്ക്. മൊഡാക്ക്. മൊഡാക്ക് എന്താണ് മൊഡാക്ക്? ചേട്ടൻ തന്നു. തിന്നുന്ന സാധന ആ, തിന്നുന്ന സാധനം എഗ് റിലേറ്റഡ് എന്തെങ്കിലും ആണോ? അല്ല. ഒരു ആ എഗ് റിലേറ്റഡ് എന്തോ ആണ്. ആ, എന്നാ പറഞ്ഞു മൊഡാക്ക്. മൊഡാത് കേട്ടോട്ടാ. മൊടാ. എന്നാലും ഷാൽവിൻ ഇങ്ങനെയും തെറ്റ് പറ്റുമോ? മൈൽ സ്റ്റോൺ ഒക്കെ ഉരുളക്കിഴങ്ങ്. പറ്റാന്നില്ല ചെവി. എനിക്ക് ഒരു ചെവി ഇല്ല. അല്ല, കോപ്പി അടിക്കാൻ ആളെ കൊണ്ട് അവള് കറക്റ്റ് അല്ലാതെ മനസ്സിലാക്കണം. അവര് ആൻസർ പറഞ്ഞ് തരുന്നുണ്ട്, എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഒന്നും അല്ല, കൊഴിക്കട്ട. ഓ കൊഴിക്കട്ടയാണ് നമ്മള് ജന്മത്തിൽ വിചാരിക്കുക കോഴിക്കട്ടക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന മനസ്സിലായിക്കോണം. എഗ്ഗായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇനി ഇതെല്ലാം പോട്ടെ, നിങ്ങൾ അടുക്കളയിൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് പെരുമാറുന്ന ലേഡീസ് അല്ലേ, അത് വെച്ചിട്ട് ഈ ഉലുവയ്ക്ക് ഉലുവ എന്നുള്ള പേര് എങ്ങനെ വന്നു പറയൂ? എന്നാ ദേഷ്യപ്പെട്ടു. ഉലുവയ്ക്ക് എങ്ങനെ ഉലുവ എന്നുള്ള ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആലുവ ഒരു കാര്യമല്ല, ഉലുവയ്ക്ക് എങ്ങനെ ഉലുവ എന്നുള്ള പേര് വന്നു? അവര് വിശ്വസിക്കരുത്, അവരൊക്കെ ഉണ്ടല്ലോ. ഒരു ക്ലൂ താ. ഉലുവ, ആ പേരിൽ എന്തൊക്കെയൊക്കെയോ ക്ലൂ ഉണ്ട്. ഒന്ന് വാ, ഒന്ന് വാ. ഉലുവ. നീ എന്തിനീ കോപ്പി അടിക്കുന്നേ പെണ്ണെ? നമ്മൾ ആലോചിച്ച് ശ്രുതി ആലോചിച്ച് എത്ര മണ്ടത്തരങ്ങളെ വളർന്നു നോക്കി. ആ, വാ. എന്തോ ചോദ്യമൊന്നുമല്ല, അത് കാര്യമായിട്ടുള്ള കാര്യം ചോദിച്ചത്. അതില് ഞാൻ ആലോചിക്കാതെ ചോദ്യം ചോദിക്കണത്. എന്നാ ഞാൻ പറയട്ടെ, അങ്ങനെ വിജയകരമായിട്ട് എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തോൽവി ഏറ്റുകൊണ്ട് ഇവർ വിടവാങ്ങുകയാണ്. ഉലുവയ്ക്ക് ഉലുവ എന്നുള്ള പേര് കിട്ടാൻ കാരണം ആലുവയിലുള്ള ഒരു ചേച്ചിയാണ് ഇതാദ്യമായിട്ട് ഉലുവ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഭക്ഷണത്തിൽ ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്, അത് ഭക്ഷണത്തിനകത്ത് ഇടാൻ പറ്റുന്ന സാധനമാണ്, അതിന് പറ്റിയൊരു ഇൻഗ്രീഡിയന്റ് ആണെന്ന്. അല്ല, അതിന്റെ മുന്നിൽ സാധനം ആരും കണ്ടുപിടിച്ചിട്ടില്ല. എനിക്കേ അറിയില്ല. നമുക്ക് ഇതിനെ ഇപ്പൊ മനസ്സിലായി, ഇതെല്ലാം ഉടായ്പ ചോദ്യങ്ങളായിരുന്നു, ഉടായ്പ ഉത്തരങ്ങളുമാണ് ഇവിടെ വന്നോണ്ടിരുന്നത്. എവിടെയായിരുന്നു? അല്ല നിങ്ങളെ ഇതല്ലേ എബിനെ ചേച്ചിനെ കാണുമ്പോ ഞാൻ കുഞ്ഞുനാള് മുതൽ കാണുന്ന ചേച്ചിയാ, ഭയങ്കര ബഹുമാനായിരുന്നു ചേച്ചി. ഇത്രയും നാള് എവിടെയായിരുന്നു? ഇങ്ങനെ കുറെ പൊട്ട ചോദ്യങ്ങളും ചോദിച്ചു, കുറെ പൊട്ട ഉത്തരങ്ങളും കിട്ടി. അപ്പൊ പൊട്ട ചോദ്യം പൊട്ട ഉത്തരം ഇതൊക്കെ വെറുതെ ഫണ്ടിന് വേണ്ടിട്ട് ചോദിച്ചതാ, ഇതിലൊന്നും കാര്യമില്ല. അല്ല, അല്ല, ബാ നമുക്ക് ഇനി അടുക്കളയിലേക്ക് സീരിയസ് ആയിട്ട് വിശ്വസിച്ചു പോയി. ദൈവത്തിനറിയാം എന്താണ് എന്തൊക്കെ കറക്റ്റ്. അതല്ല കറക്റ്റാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതേ ഞങ്ങള് വടക്കേക്കരക്കാര് ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. ഇവൻ ഓൾ സെറ്റ്. നമ്മുടെ മാനം കാക്കണം, നമ്മൾ ജയിക്കണം. ഓക്കെ, നമുക്ക് ഇതാദ്യം ഗ്യാസ് ഒക്കെ കത്തിക്കണ്ടേ? ഈശ്വര, നിങ്ങളുടെ കത്തിയോ? ഞങ്ങളുടെ കത്തി. ഞങ്ങളുടെയൊക്കെ ഗ്യാസ് ഒക്കെ കത്തിച്ചു. ഞങ്ങളുടെ കത്തിയില്ല. അതെ, വീട്ടില് കത്തിക്കുന്നതല്ല, അല്ല ഇത് മാരിയേറ്റ് ആണ്. ഒരു മിനിറ്റ്, ഏതാണ് ഇത് കുട്ടികളെ അതെ ഇതില് തീ കുറവ്. അതാ ഇതാ എല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്, പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ ചാൻസും. അതൊന്നുമില്ല, നമുക്ക് അവരവിടെ എന്തെങ്കിലും ചേട്ടൻ നമുക്കിടത് ഇട്ടോളൂ. ഇതാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയാണ്, അത് കുറച്ചങ്ങ് എടുത്തിട്ടോ. കുറച്ചും കൂടെ ഈ അട ഫുൾ എടുക്കാം.
ഇല്ല ആദ്യം നമ്മള് നെയ്യ് ഒഴിക്കും ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. കുറച്ച് കുറയ്ക്കല്ല ആദ്യം എന്താ അവരങ്ങനെ പലതും അടയവിനല്ലേ അടപോലെ ഇരിക്കരുത് കണ്ടോ നമ്മുടെ പായസം കണ്ടോ കുറച്ച് ചൂടുള്ള ചൂടാവട്ടെ ഇങ്ങനെ തൊട്ട് നോക്കുക ചൂടായിട്ടില്ല നമുക്ക് തീ കുറവാ കേട്ടോ സീരിയസ്ലി നമുക്ക് തീ കുറവാ ഇതെന്താ ആളി കത്തുന്നേ? ആ മതി 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 മതി. തീ കുറവാ ശരിക്കും. ഒരു മിനിറ്റ് ഇത് ഞങ്ങൾക്ക് കംപ്ലൈന്റ് ആണിത് കലവിലെയാണല്ലോ. അത് കെട്ടുപോയി ഒരു മിനിറ്റ് ഇത് കെട്ടുപോയി ചേച്ചി ഒന്ന് ഞാൻ കാണിച്ച് ഹെൽപ്പ് തരുമോ? ചെയ്തോ അല്ല ഇത് ഹെൽപ്പ് ചെയ്താ കെട്ടുപോയി ഇത് മാർക്ക് പോയിന്റ്സ് ഒന്നും കറക്കല്ല കേട്ടോ, ചുമ്മാ ഹെൽപ്പിങ്ങിന് അല്ല അത് ഇത് പോയി ഇത് ഓഫായി 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 നിങ്ങളുടെ ഓഫായല്ലോ. ചേച്ചി അതെല്ലാം അടുപ്പില് നിങ്ങൾ കുറവാ പോസ് ചെയ്യണം കേട്ടോ, കുറവാ പോസ് ചെയ്ത് നിക്കണം. ഞങ്ങളുടെ തീ കുറവാ അത് ഉണ്ടല്ലോ. ടേസ്റ്റിലാണോ കുറവ് അത് കണ്ടില്ലേ ഇത് മുഴുവൻ എടുത്തോ. അപ്പൊ ഇതിലോ സെയിം അല്ല അല്ല വ്യത്യാസ കരിഞ്ഞു പോവാ പെട്ടെന്ന്. അടുക്കളയുടെ ഏരിയയിലേക്ക് അതല്ല അത് വലിയ ബർണർ ഇതില് രാവത്തില്ലെന്ന് നിൽക്ക്. അതെന്തോ വീണു. ആരോട് പറയാൻ നമുക്ക് വേറെ തവി ചോദിക്കണോ? ഞാൻ വേണ്ട ഇത് തന്നെ മതി. ഇതൊക്കെ ഇട്ട് ഇളക്കിയാ പോരെ മിക്സ് ആവട്ടെ, നന്നായിട്ട് മിക്സ് ആവട്ടെ. അത്രേ ഉള്ളൂ ഇതെന്താ നിങ്ങൾ ഈ ഒച്ചപ്പാടും ബഹളവും വെക്കണേ? അയ്യോ നമ്മൾ അങ്ങോട്ടൊന്ന് ചോദിക്കാൻ ഇവരുടെ അടുത്ത് കൊറേ സ്പൂൺ ഉണ്ട്. അതെ ഒരു 2 സ്പൂൺ എന്തൊക്കെ ഇവിടെ എടുത്തോണ്ട് പോണേ? 2 സ്പൂൺ. നമ്മൾ അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യാനേ വരുന്നില്ല നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ മറുപടി പറയും അല്ലേ ഇപ്പൊ ആവശ്യത്തിന് തേങ്ങ എന്നാ ശ്രുതി അവിടെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഫ്രൈ ചെയ്ത് നിങ്ങൾ വീണ്ടും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതെ തേങ്ങ വറുത്തിട്ടില്ല തേങ്ങ നെയ്യിലിട്ട് വറുത്തിട്ടില്ല. അത് ശരി, ശരി ആയിക്കോട്ടെ. nuts ഒന്നും നമുക്കറിയത്തില്ലേ കണ്ടറിയില്ല ഞങ്ങളുടെ ഇവിടെ ഗോതമ്പൊക്കെ വെന്തിട്ടുണ്ട്, അട വെന്തിട്ടുണ്ട്. ഗോതമ്പ് അട വെന്ത് നല്ല രീതിയിൽ നമ്മൾ ശർക്കര പാനിയൊക്കെ ഇട്ട് നന്നായിട്ട് ഗോതമ്പ് തിളപ്പിച്ചിട്ടുണ്ട്. പാടത്ത് പോയി അതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്ത് കൊണ്ടുവന്നതാണ്. കുക്കറി ഷോ. അതെ എന്റെ ഈ ഫാനെ അടുക്കളയിൽ പോയി ഒന്നും ചെയ്യാറില്ലല്ലേ? ഒരു ചായയും കാപ്പി ഉണ്ടാക്കാറുണ്ടോ? നന്നായിട്ട് ഇളക്കുന്നില്ലേ? ഇതിനെ നമ്മളിത് ഇതിലേക്ക് തീ ഒന്ന് നിങ്ങൾക്ക് എന്താ എന്റെ അടിക്ക് വിളിക്കുന്നത് ഞങ്ങളുടെ ഇത് കരിഞ്ഞു പോകട്ടോ. ഗിഫ്റ്റ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇല്ല. ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാലേ 2 പേർക്കും കൂടെ ടൂർ പാക്കേജ് ആണ്. ആഹാ. ആ ശ്രുതി എങ്ങോട്ടാ എങ്ങോട്ടാണോ? നിങ്ങൾ രണ്ടുപേരും ആര് നമ്മൾ രണ്ടുപേരെ ഒരു മിനിറ്റ് ശ്രീലങ്ക. നിങ്ങൾ രണ്ടുപേരും കൂടെയാ എന്താ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിക്കൂടെ? ഫ്രണ്ട്സിന് പോയിക്കൂടെ? പോയിക്കോ ഇപ്പൊ ഞങ്ങളിത് എവിടെ നിന്ന് ഈ പായസൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? നമ്മുടെ എറണാകുളത്ത് കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിന്റെ കിച്ചണിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മാരിയറ്റ് കിച്ചണിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ പായസം ഉണ്ടാക്കുന്നത്. അട കുറവാ, ഞങ്ങൾക്ക് അട കുറവാ. ഇനി എന്റെ അടയും കുറച്ച് നിങ്ങൾക്ക് വേണം. ഉണ്ടോ? കുഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്തോ, ഉള്ളത് മുഴുവൻ എടുത്തോ. അടയില്ല. പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കും അല്ലേ? അടയില്ലെന്ന് പറഞ്ഞു. നല്ല പായസം കഴിച്ചിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാ വന്നത് ഞങ്ങൾ പിന്നെ എനിക്കറിയില്ല അടയില്ലാതെ എന്ത് ചെയ്യാനാ പെറുക്കി എടുക്കേണ്ടി വരും ഓക്കെ നല്ല നമുക്ക് പായസം കുട്ടികളെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. ദേ, ഇതിലൊ- വടക്കേക്കരക്കാരൊക്കെ ഇവിടെ നിങ്ങൾ സൂപ്പറായിട്ട് ഉണ്ടാക്കി നോക്ക് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇനി ഞാൻ off ചെയ്തിരിക്കാം. ഇൻഗ്രീഡിയൻസ് തരേണ്ടവര് അതെ വെള്ളം മാത്രമേ ഉള്ളൂ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ ഇത്രേ ഉള്ളല്ലേ? മോൻ ഇത് പിടിക്ക്, ഞാൻ പെട്ടെന്ന് ഇടാം. അതാ നല്ലതല്ലേ? ആ അങ്ങനെ മാരിയറ്റില് ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നത് ഇവിടെ മെയിൻ ആയിട്ട് 2 റെസ്റ്റോറൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, മറ്റൊന്ന് നല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ കസവ എന്നാണ് റെസ്റ്റോറന്റ് പേര്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കസവ റെസ്റ്റോറന്റിന്റെ കിച്ചണിനകത്താണ്. അപ്പോ ഇവിടെ സെപ്റ്റംബർ 6 മുതൽ സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും കുറച്ച് പ്രീ ബുക്കിംഗ് ഒന്നും എടുക്കണം കേട്ടോ. ഓണസദ്യ അതും നമ്മളെ നാവിലിങ്ങനെ തുളുമ്പി വന്ന നല്ല സൂപ്പർ ഓണസദ്യയാണ് മാരിയറ്റിൽ നിങ്ങൾക്ക് കിട്ടുക. അത് 6th മുതൽ 15th വരെ ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ ഓണം അല്ലെങ്കിൽ ഓണസദ്യ മാരിയറ്റിന്റെ കൂടെ ആവട്ടെ കേട്ടോ. അപ്പൊ ഇവൻ നിങ്ങളെന്ന് ഓണസദ്യ കഴിക്കാൻ ഇവിടെ മാരിയറ്റിൽ വരണേ? എന്തെന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്റെ പേരെന്താ പറഞ്ഞേ? ഇവാനോ? ഇവനല്ലേ? ഇവാനോ? അങ്ങനെ എന്നോട് പറഞ്ഞു. എന്റെ പേര് എവിനാണ്. അയ്യോ സോറി എവിൻ. അത് ചെറിയ വ്യത്യാസം. കോമ്പറ്റീഷൻ തലേ കയറിയപ്പോഴത്തേക്കേ നോ വറീസ്. അതങ്ങായി പോയതാ. ഫസ്റ്റ് ഇട്ട് മൈൽ സ്റ്റോൺ പായസം. അതെ അതെ, കഴിഞ്ഞ വർഷം ശ്രുതി ചേച്ചിക്കാ ഫസ്റ്റ് ഇട്ട്. അതൊക്കെ കഴിച്ചു. ഒരു കാര്യമില്ല. അതെ ശ്രുതി ചേച്ചി ഒറ്റയ്ക്കായിരുന്നില്ല, ലയ ഉണ്ടായിരുന്നു. ലയ ആണ് ബെസ്റ്റ് കുക്ക്. ലയ കുക്ക് അങ്ങോട്ട് ചോദിച്ചാ മതി കുക്കല്ല ലയാണ് അന്ന് ഉണ്ടാക്കിയത്. ഞാൻ ഇളക്കിക്കോളാം. ഇളക്കിക്കോ ഇനിയിപ്പോ അത് രക്ഷയുള്ളൂ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇളക്കാം. ആ കെടുത്തിയതാ. അപ്പൊ അത് ഇത് കാണുന്നുണ്ടല്ലേ? നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു? ഞങ്ങളുടെ ഓൾമോസ്റ്റ് ആയി. ഞങ്ങൾക്ക് അടയില്ല ഇപ്പൊ അട വരും, പേടിക്കണ്ട. അതെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ ചെയ്യാൻ പഠിക്കണം. എന്നാ പിന്നെ അടയ്ക്ക് വരെ വേറെ എന്തെങ്കിലും ഇട്ടാ പോരെ അല്ല എന്നാലും കുറച്ച് അത്ര ഇതിലല്ലേ ഉണ്ടാക്കാൻ പാടുള്ളൂ.
എന്റെ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയോ? അയ്യോ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഇനി ലാസ്റ്റ് നമ്മള് ലാസ്റ്റ് ഇനി ഫൈനൽ സ്റ്റേജ്. യെസ്, ഞങ്ങളുടെ പായസം ഏകദേശം കഴിഞ്ഞു. ഞങ്ങളുടെ എപ്പോഴോ കഴിഞ്ഞു. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞോ? രസം ഉണ്ടാക്കുന്ന രസമല്ല, സാമ്പാർ. സാമ്പാറാ? നിങ്ങളുടെ അതിനകത്ത് പായസം ഒന്നും ഇല്ലേ? കുറച്ച് തരുമോ? അല്ല അത് ഭയങ്കര വെള്ളം വെള്ളമാ. വെള്ളം വെള്ളമല്ല, ഇത്ര മതി. ഇത് കറക്റ്റ് രസം. അല്ല ഇവിടെ മാരിറ്റിൽ നിങ്ങൾ വെക്കുമ്പോഴേ തിക്കായിട്ടിരിക്കണം, അതിങ്ങനെ ലൂസ് ആയിട്ടിരിക്കണം അല്ലേ? അതുമല്ല, മോഡറേറ്റ് ആയിട്ട് നിൽക്കണം. ഒരു പൊടിക്ക് പൊടിക്ക് വേണം, കുറച്ച് വേണം, കുറച്ച് ഞങ്ങള് തണുക്കണം, എന്നാലും മോളെ ശ്രദ്ധിക്കണേ. കുറച്ച് യെസ്. അങ്ങനെ ഞങ്ങൾ ഫിനിഷ് ആയിരിക്കുന്നു. ഞാൻ 2 ദിവസമായി കഴിഞ്ഞിട്ട്. ഒരു മിനിറ്റ്, അവിടെ എന്താ ബക്കറ്റും വെള്ളമൊക്കെ? അല്ല, അങ്ങനെ ഓണമേളം 2024 വടക്കേക്കരയുടെ പായസവും തെക്കേക്കരയുടെ പായസവും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ കൊച്ചി മാരിയറ്റിലെ ഷെഫാണ്, അതായത് കസാവയിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തരുന്ന ഇവിടുത്തെ ഷെഫിനെ നമുക്ക് ഇനി വിളിക്കാം ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ കൊച്ചി മാരിയറ്റിലെ ഷെഫാണ് ഷെഫ് കവിത. കസാവയിൽ നമ്മൾ വരുമ്പോൾ നമുക്കുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരുന്നത് ഈ ഷെഫ് കവിതയാണ്. അപ്പം ഷെഫ്, ഇത് ഞങ്ങളുടെ വടക്കേക്കരയുടെ ഞാൻ ലീഡ് ചെയ്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പായസം, അത് തെക്കേക്കരയിലെ കെന്നെ ലീഡ് ചെയ്ത് ഞങ്ങൾ 2 സുന്ദരികൾ ഉണ്ടാക്കിയ പായസം. ഇതിലേതാണ് നല്ല പായസം? ജെന്യുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത്. സ്നേഹത്തോടെ കൂടി ഉണ്ടാക്കിയതാണ്. അവരുടെ ഇടയിൽ ഒരു ഇൻഗ്രീഡിയന്റ് ഇല്ല, സ്നേഹം. ശരി, എന്നാൽ ഇത് ഷെഫ് ഒന്ന് കഴിച്ചു നോക്കിട്ട് ഏതാ നല്ലതെന്ന് പറയൂ. ഇത് വടക്കേക്കരയുടെ പായസമാണ്. ഷെഫ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ തോന്നിയത് തന്നെ പായസം കണ്ടപ്പോൾ പായസം വന്ന് തോന്നിയത് വടക്കേക്കരയുടെ വീട്ടിൽ കൊണ്ടായിരുന്നു. ഷെഫിന്റെ മുഖം നോക്കുന്നല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, ടേസ്റ്റിലെ കാര്യം. നിങ്ങൾ അല്ല, അതൊക്കെ സത്യമാണ്. ഇപ്പൊ അത് നന്നായാലും ഇത് നന്നായാലും അതവിടെ ഇട്ടോ. ശ്രീലങ്ക വരെയല്ലേ പോകുന്നത്. ഇനി അത് ഞാൻ വേണ്ടാന്ന് നോക്കും. ഷെഫ് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത അതിന്റെ ടേസ്റ്റ് നോക്കിട്ട് ഇപ്പൊ പറയാൻ പോവുകയാണ്. ഷെഫിന്റെ മുഖം ഒന്ന് കണ്ടേ. ആ മുഖം കണ്ടാൽ അറിയാം ഒട്ടും ഇഷ്ടമായിട്ടില്ല അല്ലേ? കെന്നാ അല്ല ഷെഫ് പറഞ്ഞിട്ടുണ്ട്, മാരിയറ്റിലെ ഷെഫ് ഒരിക്കലും അറിയാം കറക്റ്റ് ആയിട്ട്. ചിലപ്പോ തെറ്റ് പറ്റും. സ്നേഹത്തിൽ ഇച്ചിരി വെള്ളം കൂടി സമ്മതിച്ചു. കെന്ന, നീ വീണ്ടും ഒരു തോൽവിയാണല്ലോ. കാവിലെ പാട്ട് മത്സരത്തിന് കാണാന്ന് പറഞ്ഞു എത്ര നാളായി, ഇനി അതും കൂടെ പറയാനുള്ളൂ. എന്റെ ടീമിലുള്ളവര് വരെ ഇരുന്ന് ചിരിക്കും. പക്ഷെ സത്യം പറയാലോ ഷെഫ്, അത് കണ്ടോ നിറച്ചും എള്ളും. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയാം എന്റെ പായസത്തിന്റെ ടേസ്റ്റ്. ഞാനേ കുറെ നാളെ അടുക്കള കിടന്ന് പണിയുന്ന ആളാണേ, അതുകൊണ്ട് എനിക്കറിയാം. നീ അത് കഴിച്ചു നോക്കൂ. ഫുൾ വെള്ളച്ചവയല്ലേ, കണ്ടറിയാം രസം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൊള്ളാം, പക്ഷേ നെയ്യില്ല, ഒരു പായസമായിട്ട് അതാണ്. ഇതെന്തോ ഇച്ചിരി ഈ പെങ്കൊച്ച് കിടന്ന് ബഹളം ഉണ്ടാക്കിട്ട് വെള്ളവും കോരി ഒഴിച്ച്, ശർക്കര ഒഴിക്കാൻ പറയുമ്പോ വെള്ളം കോരി ഒഴിക്കും, വെള്ളം ഒഴിക്കാൻ പറയുമ്പോ വേറെ എന്തൊക്കെയാണ്. അല്ല ഷെഫ് പറയൂ, ഇവിടെ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഓണം? ഇപ്പൊ 6-ാം തീയതി മുതൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ഓണസദ്യ അല്ലെ? എങ്ങനെയുണ്ട്? ആൾക്കാർ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഓണസദ്യ ഇഷ്ടാവുന്നില്ലേ? ഉണ്ട് അല്ലെ? ഇപ്പൊ ഓരോ ദിവസവും ഒരുപാട് എത്ര കൂട്ടം പായസ? 2 കൂട്ടാണോ 3 കൂട്ടാണോ? നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് 2 കൂട്ടം, ചിലപ്പോ 3 കൂട്ടം. ഓക്കെ, ശരി, മാറി മാറി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്താ അറിയോ ചേച്ചി, ഷെഫുകൾ അധികം സംസാരിക്കില്ല. അവരവരുടെ കൈപുണ്യത്തിലും അതിലൊക്കെയാണ് കാര്യം. ചേച്ചി ഷെഫ് അധികം സംസാരിക്കുന്നില്ല. അപ്പൊ ശരി, സംസാരമൊന്നും വേണ്ട. അങ്ങനെ 7-ാം ദിവസം വടക്കേക്കര ടീമായ എന്റെ കൂടെ ക്രൂ മെമ്പേഴ്സിൽ ഞങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, എനിക്ക് വേണ്ട, നല്ല കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുറച്ച് ക്രൂ മെമ്പേഴ്സ് എന്റെ കൂടെയുണ്ട്. വിജിത്തുണ്ട്, ആത്തുലുണ്ട്, ഭാരത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നമുക്ക് പായസം റെഡിയാണ്. സ്നേഹത്തോടെ ചേച്ചി ഉണ്ടാക്കി പായസം. നമുക്ക് താല്പര്യമൊന്നുമില്ല തോൽവി ഏറ്റുവാങ്ങാൻ എന്നും തെക്കേക്കര. അയ്യോ തെക്കേക്കരക്കാരെ. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ഓക്കെ, താങ്ക് യു ഷെഫ്. താങ്ക് യു. താങ്ക് യു.
അപ്പോൾ ഓണമേളം 2024 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ച് പോകാം. ഇനിയിപ്പോ ഇവരായി വടക്കായി തെക്കായി അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രാവശ്യം നിങ്ങളെ വീണ്ടും ഞങ്ങൾ ശ്രീലങ്കയ്ക്ക് വിടും. ഷെഫിനെ വിട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അല്ലേ? ശരി, താങ്ക് യു ഷെഫ്. അപ്പൊ ജയിച്ചാലും തോറ്റാലും ഇവിടെ തോറ്റാലും എന്റെ കൂടെയുള്ള എവിൻ ജയിച്ചത് കൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഈ പ്രാവശ്യം ഇവർക്ക് കൊടുക്കുകയാണ് മനോഹരമായ ഒരു ടൂർ പാക്കേജ്. ശ്രീലങ്കയ്ക്ക് മൈൽ സ്റ്റോൺ ഇവരെ വിടുകയാണ് വീണ്ടും. ഹായ് പോവാം. കൈയോടെ ഓണം കഴിഞ്ഞ് സദ്യ വെച്ചിട്ട് പോയാൽ പോലെ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.